ഈശോ മിശിഹായിൽ എത്രയും സ്നേഹമുള്ളവരെ, ലോഗോസ് ബൈബിൾ ക്വിസിനായി തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജെ ലോഗോസ് 316 ഊഷ്മള സ്വാഗതം. ദിസ് ഇസ് ജോസഫ്. മേ ദ പീസ് ഓഫ് ദ ലോർഡ് ബി വിത്ത് us all. 52-ാം എപ്പിസോഡിലൂടെ 2 കൊരിന്തോസ് 11-ാം അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ്. എല്ലാ നന്മകളും പ്രാർത്ഥനാപൂർവം നേരുന്നു. താങ്ക് യു. 2 കൊരിന്തോസ് 11 ഒരു ആമുഖം. കൊറിന്തോസ് സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന വ്യാജ അപ്പസ്തോലന്മാർക്കെതിരെ പൗലോസ് തൻ്റെ അപ്പസ്തോലിക അധികാരത്തെയും ശുശ്രൂഷയെയും ആവശ്യത്തോടെ പ്രതിരോധിക്കുന്ന ഒരു അധ്യായമാണ് 2 കൊരിന്തോസ് 11. നിരവധി പരീക്ഷണങ്ങൾക്കിടയിലും ക്രിസ്തുവിനോടുള്ള തൻ്റെ പ്രതിബദ്ധത ഊന്നിപ്പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും വിവരിക്കുന്നു. പൗലോസ് തൻ്റെ യഥാർത്ഥ എളിമയുള്ള സേവനത്തെ വ്യാജ അപ്പസ്തലന്മാരുടെ വഞ്ചനാപരമായ പ്രവർത്തനങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. സത്യം തിരിച്ചറിയാൻ കൊറിന്തോസുകാരെ പ്രേരിപ്പിക്കുന്നു. ഈ അധ്യായം സ്ഥിരോത്സാഹം, ശുശ്രൂഷയിലെ ആധികാരികത, ക്രിസ്ത്യൻ നേതൃത്വത്തിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്നിവ എടുത്തു കാണിക്കുന്നു. നാം ഇനി ചോദ്യ ഉത്തരവേളയിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, 2 കൊരിന്തോസ് 11 ആദ്യ വാക്യത്തിൽ കൊറിന്തോസുകാർ എന്ത് സഹിക്കും എന്നാണ് പൗലോസ്ലീഹ പ്രതീക്ഷിക്കുന്നത്? കൊറിന്തോസുകാർ എന്ത് സഹിക്കും എന്നാണ് പൗലോസ്ലീഹ പ്രതീക്ഷിക്കുന്നത്? ഉത്തരം, അല്പം ഭോഷത്വം സംസാരിക്കുന്നത് അവർ സഹിക്കുമെന്ന് കരുതുന്നു. രണ്ടാമത്തെ ചോദ്യം, കൊറിന്തോസുകാരിലെ എന്ത് ഗുണമാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:1 എടുത്തു പറയുന്നത്? കൊറിന്തോസുകാരിലുള്ള എന്ത് ഗുണമാണ്? ഉത്തരം, സഹിഷ്ണുതയാണ് അവർക്കുള്ളത്. ആ ഗുണമാണ് എടുത്തു പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം, പൗലോസ്ലീഹായ്ക്ക് കൊറിന്തോസുകാരോട് തോന്നുന്ന അസൂയ എപ്രകാരമുള്ളതാണ്? അതാണ് മൂന്നാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം ദൈവികമായ അസൂയയാണ് അദ്ദേഹത്തിന് തോന്നുന്നത്. അടുത്ത ചോദ്യം 4, 2 കൊരിന്തോസ് 11:2 വധുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? 2 കൊരിന്തോസ് 11:2 വധുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? അതിനുത്തരം നിർമ്മലയായ വധു എന്നാണ്. നിർമ്മലയായ വധു. അഞ്ചാമത്തെ ചോദ്യം, കൊറിന്തോസുകാരെ ക്രിസ്തുവിന് സമർപ്പിക്കേണ്ടതിന് പൗലോസ്ലീഹ എന്താണ് ചെയ്തത്? അതാണ് അഞ്ചാമത്തെ ചോദ്യം. ഉത്തരം, ക്രിസ്തുവുമായി അവരുടെ വിവാഹ നിശ്ചയം നടത്തിയെന്നാണ്. ആറാമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്? കൊറിന്തോസുകാരുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള എന്തിൽ നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്നാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്. ഉത്തരം, ലാളിത്യത്തിലും വിശുദ്ധിയിൽ നിന്ന് വ്യതിചലിക്കുമോ എന്നാണ്. ഏഴാമത്തെ ചോദ്യം, 2 കൊരിന്തോസ് 11:4 പരാമർശിക്കപ്പെടാത്ത പദം ഏത്? യേശു, ആത്മാവ്, ഹൗവ, സുവിശേഷം. 2 കൊരിന്തോസ് 11:4 കാണാത്ത പദം. ഉത്തരം, ഹൗവ എന്ന പദം അവിടെ കാണുന്നില്ല. അടുത്ത ചോദ്യം 8, പൂരിപ്പിക്കുക. ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ ഡാഷ്. 2 കൊരിന്തോസ് 11:5 ഈ അപ്പസ്തോല പ്രമാണികളെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല ഞാൻ എന്നാണ് എൻ്റെ ഡാഷ്. ഉത്തരം, എൻ്റെ വിശ്വാസം. ഒമ്പതാമത്തെ ചോദ്യം, 2 കൊരിന്തോസ് 11:6 അനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും എല്ലാ വിധത്തിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ കാര്യങ്ങളിലും ഇത് ഞങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത് എന്താണ്? ഉത്തരം, അറിവിൽ പൗലോസ്ലീഹ പിന്നോക്കമല്ല എന്ന കാര്യം. പത്താമത്തെ ചോദ്യം, കൊറിന്തോസുകാരുടെ ഉത്കർഷത്തിന് വേണ്ടി പൗലോസ്ലീഹ എന്ത് ചെയ്തു എന്നാണ് 2 കൊരിന്തോസ് 11:7 പറയുന്നത്? എന്ത് ചെയ്തു പൗലോസ്ലീഹ കൊറിന്തോസുകാരുടെ ഉത്കർഷത്തിന് വേണ്ടി? ഉത്തരം, ദൈവത്തിൻ്റെ സുവിശേഷം പ്രതിഫലം കൂടാതെ പ്രസംഗിച്ചുകൊണ്ട് തന്നെ താഴ്ത്തിയെന്ന്.
തന്നെ തന്നെ താഴ്ത്തി. 11-ാം ചോദ്യം, മറ്റ് സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:8 പറയുന്നത്. മറ്റ് സഭകളിൽ നിന്നും സഹായം സ്വീകരിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം, കൊറിന്തോസുകാരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയായിരുന്നു. 12-ാം ചോദ്യം, 2 കൊരിന്തോസ് 11:9 അനുസരിച്ച് പൗലോസ്ലീഹയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തത് ആരാണ്? പൗലോസ്ലീഹയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തതെന്നാണ് പൗലോസ്ലീഹ കൊരിന്തോസിൽ എഴുതിയ ലേഖനം 11:9 പറയുന്നത്. മക്കദോനിയയിൽ നിന്ന് വന്ന സഹോദരന്മാരാണ് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുത്തത്. 13-ാം ചോദ്യം, മേലിലും ഞാൻ ശ്രദ്ധിക്കുമെന്ന് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:9 പറയുന്നത് എന്തിനെക്കുറിച്ചാണ്? മേലിലും ഞാൻ ശ്രദ്ധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്തിനെക്കുറിച്ചാണ്? അതിൻ്റെ ഉത്തരം, കൊറിന്തോസുകാരെ ഒരു പ്രകാരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ പ്രത്യേകം ഞാൻ ശ്രദ്ധിക്കുമെന്നാണ്. 14, തൻ്റെ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതിരിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നത് എന്തുകൊണ്ടാണ് അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ക്രിസ്തുവിൻ്റെ സത്യം തന്നിലുള്ളതുകൊണ്ട്. അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം. 2 കൊരിന്തോസ് 11:11. അങ്ങനെയല്ലെന്ന് ദൈവത്തിനറിയാം. എങ്ങനെയല്ലെന്ന്? അതാണ് 15-ാമത്തെ ചോദ്യം. അതിൻ്റെ ഉത്തരം, പൗലോസ്ലീഹ കൊരിന്തോസുകാരെ സ്നേഹിക്കാത്തത് കൊണ്ടല്ലെന്ന്. 16, തങ്ങളുടെ പ്രേക്ഷിത വേല പൗലോസിൻ്റേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവരുടെ അവകാശവാദം എങ്ങനെ ഖണ്ഡിക്കുമെന്നാണ് സ്ലീഹ 2 കൊരിന്തോസ് 11:12 പറയുന്നത്. എങ്ങനെ അവരുടെ അവകാശവാദം ഖണ്ഡിക്കുമെന്നാണ് സ്ലീഹ പറയുന്നത്? ഉത്തരം, താനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ തുടർന്നും ചെയ്തുകൊണ്ട്. 17, പൂരിപ്പിക്കുക. അത്തരക്കാർ കപടനാട്യക്കാരായ അപ്പൊസ്തലന്മാരും വഞ്ചകരായ ജോലിക്കാരും ഡാഷിൻ്റെ അപ്പൊസ്തലന്മാരായി വ്യാജവേഷം ധരിച്ചവരുമാണ്. 2 കൊരിന്തോസ് 11:13. ഡാഷിൻ്റെ ഡാഷിൻ്റെ അപ്പൊസ്തലന്മാരായി ക്രിസ്തുവിൻ്റെ അപ്പൊസ്തലന്മാരായി എന്നുള്ളതാണ് ഉത്തരം. അടുത്ത ചോദ്യം 18, 2 കൊരിന്തോസ് 11:14 അനുസരിച്ച് പ്രഭാപൂർണനായ ദേവദൂതനായി വേഷം കെട്ടാറുള്ളത് ആര്? 11:14 അനുസരിച്ച് ഉത്തരം, പിശാചാണ് അങ്ങനെ ചെയ്യുന്നത്. 19, അതിനാൽ അവൻ്റെ ശുശ്രൂഷകരും നീതിയുടെ ശുശ്രൂഷകരായി വേഷം കെട്ടുന്നെങ്കിൽ അതിലെന്ത് അത്ഭുതം? 2 കൊരിന്തോസ് 11:15. ആരുടെ ശുശ്രൂഷകരെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്? നീതിയുടെ വേഷം കെട്ടുന്നത് പിശാചിൻ്റെ ശുശ്രൂഷകർ. അടുത്ത ചോദ്യം 20, പിശാചിൻ്റെ ശുശ്രൂഷകരുടെ പരിണാമം എന്തിനനുസൃതമായിരിക്കും എന്നാണ് 2 കൊരിന്തോസ് 11:15 പറയുന്നത്. പിശാചിൻ്റെ ശുശ്രൂഷകരുടെ പരിണാമം എന്തിന് അനുസൃതമായിരിക്കും? അതിൻ്റെ ഉത്തരം, അവരുടെ പ്രവർത്തനങ്ങൾക്കെന്നാണ്. 21, താൻ ആവർത്തിച്ച് പറയുന്നു എന്ന് സ്ലീഹ 2 കൊരിന്തോസ് 11:16 ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? താൻ ആവർത്തിച്ച് പറയുന്നു എന്ന് സ്ലീഹ 2 കൊരിന്തോസ് 11:16 ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം, തന്നെ ഭോഷനായി ആരും കരുതരുതെന്ന്. 22, തനിക്കും അല്പം ആത്മപ്രശംസ ചെയ്യേണ്ടതിന് തന്നെ എന്തായി സ്വീകരിക്കുമെന്നാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? 2 കൊരിന്തോസ് 11:16 തന്നെ എന്തായി സ്വീകരിക്കാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്? ഉത്തരം, ഭോഷനായി സ്വീകരിക്കാനാണ് പൗലോസ്ലീഹ ആവശ്യപ്പെടുന്നത്. 23, പ്രത്യേക ആത്മപ്രശംസയിലൂടെയുള്ള ഈ ദൃഢവിശ്വാസത്തോടെ ഒരു ഭോഷനെ പോലെയാണ് ഞാൻ സംസാരിക്കുന്നത് എന്ന് അവസാനിക്കുന്ന 2 കൊരിന്തോസ് 1:17 വാക്യം ആരംഭിക്കുന്നത് എങ്ങനെ? ഈ വാക്യം ആരംഭിക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം, കർത്താവിൻ്റെ അധികാരത്തോടെ അല്ല എന്ന്. 24-ാമത്തെ ചോദ്യം, വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കുന്ന ബുദ്ധിമാന്മാർ ആരെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:19 പറയുന്നത്? വിഡ്ഢികളോട് സന്തോഷപൂർവ്വം സഹിഷ്ണുത കാണിക്കുന്ന ബുദ്ധിമാന്മാർ ആരെന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:19 പറയുന്നത്? ഉത്തരം, കൊറിന്തോസുകാർ എന്നാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം 25,
തങ്ങളോട് തിന്മ ചെയ്യുന്നവരോട് സഹിഷ്ണുത പുലർത്തുന്ന കൊരിന്തോസുകാർക്ക് സഹിക്കേണ്ടി വന്ന തിന്മകൾ എത്ര തരം 2 കൊരിന്തോസ് 11:20 എത്ര തരം തിന്മകളാണ് അവർക്ക് നേരിടേണ്ടി വന്നത്? ഉത്തരം 5 തരം. 5 തരം പ്രശ്നങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. 26 2 കൊരിന്തോസ് 11:22 പൗലോസ്ലീഹ 3 തവണ ആവർത്തിക്കുന്ന പദപ്രയോഗം ഏത്? 2 കൊരിന്തോസ് 11:22 3 പ്രാവശ്യം പൗലോസ്ലീഹ പറയുന്ന പദങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം ഞാനും അതെ. 27 യഹൂദരുടെ കൈകളിൽ നിന്ന് 1 കുറയെ 40 അടി വീതം എത്ര പ്രാവശ്യം പൗലോസ്ലീഹ കൊണ്ടു? 2 കൊരിന്തോസ് 11:24 എത്ര പ്രാവശ്യം അടി കൊണ്ടു? 40 കുറയെ 40 ആണല്ലോ മാക്സിമം റൂൾ അനുസരിച്ച്. അതിൽ എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം അങ്ങനെ അടി കൊണ്ടു. 28 പൂരിപ്പിക്കുക. എനിക്ക് പ്രശംസിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഡാഷ് ഞാൻ പ്രശംസിക്കുക. 2 കൊരിന്തോസ് 11:30 എന്താണ് പ്രശംസിക്കേണ്ടത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. ഉത്തരം ബലഹീനതകളെക്കുറിച്ചായിരിക്കും ഞാൻ പ്രസംഗിക്കുക എന്ന്, അല്ലെങ്കിൽ പ്രശംസിക്കുക എന്ന്. 29 താൻ വ്യാജം പറയുകയില്ല അല്ലെന്ന് ആരറിയുന്നു എന്നാണ് പൗലോസ്ലീഹ 2 കൊരിന്തോസ് 11:31 പറയുന്നത്. താൻ വ്യാജം പറയുക അല്ലെന്ന് ആരറിയുന്നു എന്നാണ് പൗലോസ്ലീഹ 31 പറയുന്നത്. ഉത്തരം കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം. കർത്താവായ യേശുവിൻ്റെ ദൈവവും പിതാവും. 30-ാമത്തെ ചോദ്യം ദമാസ്കസിൽ വെച്ച് തന്നെ പിടികൂടുന്നതിന് വേണ്ടി അരേത്താസ് രാജാവിൻ്റെ ദേശാധിപതി ദമാസ്കസ് നഗരത്തിന് കാവൽ ഏർപ്പെടുത്തിയപ്പോൾ പൗലോസ്ലീഹ രക്ഷപ്പെട്ടത് എങ്ങനെ? പ്രത്യേക രീതിയിലാണല്ലോ പൗലോസ്ലീഹ രക്ഷപ്പെട്ടത്, എങ്ങനെയാണെന്നാണ് ചോദ്യം. ഉത്തരം മതിലിലുള്ള ഒരു കിളിവാതിലൂടെ കുട്ടയിൽ താഴേക്ക് ഇറക്കപ്പെട്ട് രക്ഷപ്പെട്ടു. 2 കൊരിന്തോസ് 11:33. 31-ാമത്തെ ചോദ്യം എന്നാൽ സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ ഡാഷ് 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 എന്ന് ഞാൻ ഭയപ്പെടുന്നു. 2 കൊരിന്തോസ് 11:3 ഇതിന് സമാനമായ പഴയ നിയമ ഭാഗം. സർപ്പം ഹൗവായെ തന്ത്രപൂർവ്വം ചതിച്ച ആ ഭാഗം ഏതാണെന്നാണ്? ഉൽപ്പത്തി 3:4. ഉൽപ്പത്തി 3:4 പറയുന്നത്. 32 ചാട്ടയടിയെക്കുറിച്ച് 2 കൊരിന്തോസ് 11:24 പരാമർശിക്കുന്ന മറ്റൊരു വിശുദ്ധഗ്രന്ഥ ഭാഗം ഏത്? ചാട്ടയടിയെക്കുറിച്ച് ചില റൂൾസൊക്കെ ഉണ്ടല്ലോ, അത് ഏത് ഭാഗത്താണ് പറയുന്നതാണ്, അല്ലെങ്കിൽ വിശുദ്ധഗ്രന്ഥത്തിൻ്റെ ഏത് ഭാഗത്താണ് അത് കാണുന്നത്? ഉത്തരം നിയമാവർത്തനം 25:3. നിയമാവർത്തനം 25:3 പറയുന്നത്. 33 2 കൊരിന്തോസിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായം ഏത്? 2 കൊരിന്തോസിലെ ഏറ്റവും ദൈർഘ്യമേറിയ അധ്യായം ഏത്? നമുക്കറിയാം 33 വാക്യങ്ങളാണ് അതിലുള്ളത്, ഏറ്റവും ദൈർഘ്യമേറിയതിൽ. അതേതാണ്? ഉത്തരം അധ്യായം 11. നമ്മളിപ്പോൾ കാണുന്ന അധ്യായമാണ്. അധ്യായം 11 33 വാക്യങ്ങളുള്ള ഏറ്റവും വലിയ ചാപ്റ്റർ. 34 മറ്റൊരു യേശുവിനെ മറ്റൊരു സുവിശേഷം 2 കൊരിന്തോസ് 11:4 എന്ന ആശയം ആവർത്തിച്ചിരിക്കുന്ന ഭാഗമേത്? മറ്റൊരു യേശുവിനെ അല്ലെങ്കിൽ മറ്റൊരു സുവിശേഷം എന്നൊക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ, അത് വേറെ ഏത് ഭാഗത്താണ് കാണുന്നതെന്ന്? ഉത്തരം ഗലാത്യർ 1:6. ഗലാത്യർക്ക് ലേഖനത്തിൽ 1:6 അത് കാണുന്നു. 35-ാമത്തെ ചോദ്യം അവസാനമാണ്. ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയെരിയാത്തത്? 2 കൊരിന്തോസ് 11:29 ഈ ആശയം പ്രകടമാക്കുന്ന മറ്റൊരു ലേഖന ഭാഗമേത്? 2 കൊരിന്തോസ് 9:22 ഈ ലേഖന ഭാഗം. 1 കൊരിന്തോസ് 9:22. 3 പ്രാവശ്യം വടികൊണ്ടടിക്കപ്പെട്ടു, ഒരിക്കൽ കല്ലെറിയപ്പെട്ടു, 3 പ്രാവശ്യം കപ്പലപകടത്തിൽപ്പെട്ടു, ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു. 2 കൊരിന്തോസ് 11:25 നമ്മൾ ആ ഭാഗം കണ്ടതാണ്. 2 കൊരിന്തോസ് 11 ഉൾക്കാഴ്ച. 2 കൊരിന്തോസ് 11 തൻ്റെ കഷ്ടപ്പാടുകളും ക്രിസ്തുവിനോടുള്ള അചഞ്ചലമായ സമർപ്പണവും വിവരിച്ചുകൊണ്ട് തൻ്റെ യഥാർത്ഥ പ്രതിബദ്ധതയെയും ശിശുത്വത്തിൻ്റെ ആധികാരികതയെയും അടിവരയിട്ടുകൊണ്ടാണ് പൗലോസ് ഉപസ്മരിക്കുന്നത്. സ്വാർത്ഥ ലാഭത്തിനായി കൊരിന്തോസുകാരെ വഴിതെറ്റിക്കുന്ന വ്യാജ പുസ്തകന്മാരുമായി അവൻ തൻ്റെ നിർമ്മലതയെ താരതമ്യം ചെയ്യുന്നു. കഷ്ടതകൾക്കിടയിലും പൗലോസിൻ്റെ ദൃഢനിശ്ചയവും ക്രിസ്തുവിലുള്ള അചഞ്ചലമായ വിശ്വാസവും യഥാർത്ഥ സേവക നേതൃത്വത്തിൻ്റെ മാതൃകയാണ്. വിനയം, ത്യാഗം, സുവിശേഷത്തിലോടുള്ള വിശ്വസ്തത എന്നിവയാൽ അടയാളപ്പെടുത്തിയ യഥാർത്ഥ ആത്മീയ നേതൃത്വത്തെ തിരിച്ചറിയാൻ ഈ അധ്യായം നമ്മെ ഓരോരുത്തരെയും വിളിക്കുന്നു. 2 കൊരിന്തോസ് 11 നമ്മൾ കടക്കുമ്പോൾ ഇങ്ങനെയുള്ളൊരു ഉൾക്കാഴ്ചയാണ് നമുക്ക് കിട്ടുക.
ടിപ്സ്. രണ്ട് കൊരിന്ത്യർ 11 ഉള്ളടക്കം പരിചയപ്പെടാൻ അധ്യായം പലതവണ നന്നായി വായിച്ചുകൊണ്ട് ആരംഭിക്കുക. പൗലോസ് തൻ്റെ അപ്പസ്തോലത്വത്തിനെതിരായ പ്രതിരോധം, കഷ്ടപ്പാടുകളുടെ വിവരണം, വ്യാജ അപ്പസ്തലന്മാരെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകൾ എന്നിങ്ങനെയുള്ള പ്രധാന വിഷയങ്ങളിൽ വിശദമായ കുറിപ്പുകൾ എടുക്കുക. അധ്യായത്തിൻ്റെ ഘടനയും ഒഴുക്കും മനസ്സിലാക്കാൻ ഓരോ വിഭാഗവും നിങ്ങളുടെ സ്വന്തം വാക്കുകളിൽ സംഗ്രഹിക്കുക. പൗലോസിൻ്റെ സന്ദേശത്തിൻ്റെ സാരാംശം ഉൾക്കൊള്ളുന്ന സുപ്രധാന വാക്യങ്ങൾ മനഃപാഠമാക്കുക. അവസാനമായി നിങ്ങളുടെ മെമ്മറിയും ഓർമ്മയും അല്ലെങ്കിൽ ഓർമ്മശക്തിയൊക്കെ ശക്തിപ്പെടുത്തുന്നതിന് പതിവായി സ്വയം അവലോകനം ചെയ്യുകയും ക്വിസ് നടത്തുകയും ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. മേ ഗോഡ് ബ്ലെസ് യു. Thanks for watching. We are glad you joined us. The next chapter would be chapter 12. നിങ്ങൾ ഇതിൽ പങ്കെടുക്കുന്നതിൽ ഒത്തിരി സന്തോഷം. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. നമ്മളെ ദൈവം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്, ജോസഫ്.